ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് സീ ത്രൂ ടെക്സ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ്. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഷേപ്പിന് ഉള്ളിലൂടെ സീ ത്രൂ ടെക്സ്റ്റുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ആഡ് ചെയ്യണം. ഞാൻ ഈ ഫോട്ടോയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യുന്നു. ഇനി നമുക്കിത് മിനിമൈസ് ചെയ്യാം. അപ്പോൾ ഫോട്ടോയും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ ഷേപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് വരക്കാം. ഞാൻ ഇവിടെ ഒരു റൗണ്ട് റെക്റ്റാങ്കിൾ വരക്കുന്നു. ഇതേപോലെ റൗണ്ട് റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരക്കാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ആണ് വരച്ചത്. അതിനുശേഷം റെക്റ്റാങ്കിളിൻ്റെ കളർ, അതായത് ഈ ഫില്ലായിരിക്കുന്ന ബ്ലാക്ക് കളറ് നമുക്ക് വൈറ്റ് ആക്കി മാറ്റണം. ഇത് ഞാൻ ഇവിടെ നിന്നും ഇത് ക്ലിക്ക് ചെയ്ത് വൈറ്റ് ആക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലൈൻ നമുക്ക് ആവശ്യമില്ല, അത് ഓഫാക്കി വെക്കുന്നു. ഓൾറെഡി ഓഫാണുള്ളത്. നിങ്ങളിതിൽ ഓൺ ആണെങ്കിൽ അത് ഓഫാക്കി വെക്കണം. അപ്പോഴായിരിക്കും ആ ഷേപ്പിന് ഭംഗി ഉണ്ടാവുക. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഷേപ്പും ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് ആണ് വേണ്ടത്. ഞാനിവിടെ ടെക്സ്റ്റിന് വേണ്ടി ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് കൊടുക്കണം. ടെക്സ്റ്റിന് വേണ്ടി ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റുന്നു. ഇമ്പാക്റ്റ് എന്ന ഫോണ്ട് ആക്കിയിട്ട് ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റും വന്നു കഴിഞ്ഞു. ഇതിനെ പോലെ അലൈൻ ചെയ്ത് വെക്കണം. നമുക്ക് ഷേപ്പിന് അലൈൻ ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ അതുമായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞു. ഷേപ്പ്, ടെക്സ്റ്റ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ കാണിക്കാം. കൺട്രോൾ ജസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടെക്സ്റ്റിൻ്റെ ബ്ലാക്ക് ഭാഗം ഇവിടെ ഓൾറെഡി സെലക്ട് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇത് സെലക്ട് ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഷേപ്പ് കൺട്രോൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഷേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്യേണ്ടത്. ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ലെയർ ടൂളിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ലെയർ മാസ്ക് എന്ന് കാണാൻ പറ്റും. ലെയർ മാസ്കിൽ വന്നതിന് ശേഷം ഹൈഡ് സെലക്ഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞു. ഇനി ഒന്നും തന്നെ ചെയ്യേണ്ട. വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് ലെയറിൽ ഇപ്പോൾ അത് ഹൈഡ് മാസ്ക് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പുതുതായിട്ട് ഒന്ന് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ വന്നത്, അതായത് മുന്നേ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ വന്നതിന് ശേഷം അതിൻ്റെ ലെയർ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സീ ത്രൂ ടെക്സ്റ്റ് ആയിക്കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇത് കാണാൻ പറ്റും. ഇങ്ങനെയും മൂവ് ചെയ്യാം, ഇങ്ങനെയും എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതുപോലെ വെക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സീ ത്രൂ ടെക്സ്റ്റുകൾ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.